പവർ ഗെയിമിംഗ് ആണ് ഇത് പക്ക പവർ ഗെയിമിംഗ്. അടുത്ത വാരം നീ സ്വന്തം ടീമിന്റെ വെടികൊണ്ട് ചാവണ പട്ടി. ഉറപ്പായിട്ടും. അതെന്തോടോ നമ്മള് ദ്രാവ് കൃഷി ചെയ്യാൻ പോവാണ്, മനസ്സിലായോ? എന്റെ കൃഷി ജാർക്ക് എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടേ. സ്കിപ്പ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ലൊക്കേഷൻ ഗൈസ്. ഇന്നാ ചലഞ്ച് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ലൊക്കേഷൻ തന്നെ കൊടുക്കുവാണ്. ഇന്നാ ചലഞ്ച് ഇല്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം. കറക്റ്റായിട്ട് എന്നെ ഡ്രാഗ് ചെയ്തിട്ടല്ലേ ഇവിടെ ആശുപത്രിക്കകത്തോട്ട്. ഞാനങ്ങനെ ചെയ്യോ? ഇതല്ല എന്റെ ലാസ്റ്റ് ലൊക്കേഷൻ. ഇന്നലെ പറഞ്ഞ ചാലഞ്ച് അത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് മിസ്റ്റർ ബാബു വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അവൻ എന്തോ ചെയ്യാനുണ്ട്. ലാസ്റ്റ് ലൊക്കേഷനിൽ തന്നെ സ്പോൺ ആവണേന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയത്. മിക്കവാറും ലാസ്റ്റ് ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇത് പവർ ഗെയിമിംഗ് ആണ്. ഇത് പക്ക പവർ ഗെയിമിംഗ്. ഇത് പവർ ഗെയിമിംഗ്. ഇത് പവർ ഗെയിമിംഗ്. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പയ്യന്മാർക്ക് കിട്ടാതെ പോയി. അപ്പ ചതി എന്നെ ചതിച്ചതാ. ഇത് എന്നോട് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ എന്നോട്. ഇല്ല, ഇത് പവർ ഗെയിമിംഗ്. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പ. ഞാൻ എവിടെയാണോ നിന്നത് അവിടെ തന്നെ ഞാൻ വരണം, അല്ലാതെ വേറൊരു ലൊക്കേഷനിലോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ലൊക്കേഷൻ ഓർമ്മയില്ലേ? എനിക്ക് ഒരു സുഖം തോന്നുന്നു. ഒരു സെക്കൻഡ്. പറയുന്നേ പറ പാപ്പാ. ഇല്ല, ഇത് ചീറ്റിംഗ്. ഇത് പറ്റൂല. ഇത് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു പാപ്പ. അവിടെ ചെറുക്കൻ എടുത്തിട്ട് എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ആദ്യത്തെ ബ്ലൈൻഡ് സ്ട്രീമർ. വല്ല ഫഹദ് ഫാസിലും ടോവിനും ഒക്കെ വെച്ച സൺഗ്ലാസ്, ഞാൻ വെച്ച അന്തര. എന്തൊക്കെ തരം ആൾക്കാരപ്പ. സത്യം ഒരു 5000 രൂപയ്ക്ക് വേണ്ടിട്ട് പറയുന്നത് പറഞ്ഞു. നാളെ പട്ടിക്ക് ജ്യൂസാ. ഇന്നിവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഈ കാലാവസ്ഥയുടെ മട്ടും ഭാവമൊക്കെ മാറുന്ന കണ്ടുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു പേടി വരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറയട്ടെ, എനിക്ക് കണ്ണ് കാണില്ല ഇത് വെക്കുമ്പോ. ഇതെന്താ റേഡിയോ? ഹലോ ബാബു, ഞാന് ഒരിടത്തോടെ പൊക്കോണ്ടേ ഇരിക്കും. അപ്പാപ്പനാ ഡ്രൈവ് ചെയ്യണേ. എങ്ങോട്ടാ വരണ്ടേ? എന്നാ ഇവിടെ സമാധാനത്തില്ല, ആളില്ലാത്ത എവിടെയോട്ട് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് പറയാം. ഇവിടെ ഈ റോഡിലൊക്കെ ഒന്നും ചെയ്താൽ അപ്പൊ നമ്മൾ എവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടാലും ഇപ്പൊ ആൾക്കാർ വരുവാ. കുറച്ച് നാള് വരാത്തത് നോക്ക്, ഭയങ്കര ക്രൗഡ് ആവും. 83 കേറാനോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ തൊട്ടടുത്ത് പ്രൈവസി ഉള്ള സ്ഥലം പിന്നെന്താ? 911. എടാ, നമ്മുടെ വീട്ടിലെ ഗ്യാങ് സസ്പെൻഷൻ ഉള്ളവരുണ്ട്. നമുക്ക് ഗ്യാങ് റേഡിയോ മാറ്റിയിട്ട് മറ്റേതാ 83 കേറാവാ. 804 804 ലാസ്റ്റ്
കണ്ടപ്പോ ഡിസ്കണക്ട് ഇവിടെ എന്ത് ചെയ്യും? എന്താടാ ഇന്നത് ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നടാ. അതിന് 1 മണിക്കൂർ തന്നെ ഞാൻ നിക്കാൻ തുടങ്ങിയതല്ലേ അണ്ണ. എടാ നീ അപ്പാപ്പൻ പവർ ഗെയിമിങ് ഉപയോഗിച്ചടാ. നീ ആയിരുന്നു ഡിസേർവ്ഡ്. നിനക്ക് കിട്ടണ്ടായിരുന്നു. നീ അപ്പാപ്പൻ ചതിച്ചതാ. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചതിച്ചിട്ടില്ല സത്യമായിട്ടും. കള്ളൻ ജിഗ്രേ എവിടെ ഫ്രീ ആണോ ഇന്ന്? മുതുകിലിപ്പുണ്ട്. ഉമ്മ ഉമ്മ ആ പറഞ്ഞു ആര് എന്ത്? ഇല്ല ഞാനിപ്പോ മറ്റേ ക്ലാസ് അല്ല വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ മറ്റേ ക്ലാസ് വെച്ചിരിക്കുന്നത്. എന്താ മറ്റേ എന്താ? ഓക്കെ അപ്പാ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇനി തുണ്ട് സൈറ്റിലൊന്നും കേറണ്ട കേട്ടാ. നോക്ലിപ്പ് അടിച്ച് ജുഗ്രുവിന്റെ അടുത്ത് പോയാ മതി. അവനിപ്പോ സിറ്റി കാണിച്ചു വിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? ഓ ഞാൻ മാറിക്കും. ഞാൻ ഞാൻ ഇവിടുന്ന് പോയിക്കളെ. പ്രായത്തില് മൂത്തൊരാളാണെന്ന് പോയി നോക്കാതെ നീ എന്താ ചെയ്തത്? അടുത്തവാറ് നീ സ്വന്തം ടീമിന്റെ പരിപാടി ചാവണ പട്ടി. ഉറപ്പായിട്ടും കുരുത്തമില്ലാത്തവരെ. 4 പേരുണ്ടായിരുന്ന 4 പേര് അന്ന് അപ്പാപ്പൻ എല്ലാരും ചതിച്ചു. അതെ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അതൊക്കെ പറ്റും. ലോഗ് എടുത്ത് മാറ്റിയാ മതി. വാസുവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ എല്ലാം മറന്നുപോയി. അതാണ് സത്യം. ഇതിപ്പോ ഞാൻ എങ്ങനെ ഇതെനിക്ക് വേണ്ട ബാബു പറ. അപ്പാപ്പനെ തല്ലിന്നൊരു പേര് കൂടെ കിട്ടാനുള്ളായിരുന്നു. അത് വൈര് മൂത്തൊരാളെ തല്ലി തന്റെ തല്ലി ഒരു പേര്. ചന്ദ്രൻ ഹലോ എവിടെ ഉണ്ട്? ഞങ്ങള് 7181 വെള്ളിയാഴ്ച അണ്ണൻ സ്പോൺ ബട്ടൺ നിക്കാൻ നേരത്തെ ഒരു പയ്യൻ ഓടി വന്ന് എന്റെ വണ്ടി ഇടിച്ചു കൊന്ന് ജുഗ്രു. എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പെണ്ണുമായിട്ട് അണ്ണ വന്ന പെണ്ണുമായിട്ട് അണ്ണനെ കാണിക്കാൻ മനഃപൂർവ്വം. റെസ്പെക്ട് ബ്രോ. അങ്ങനൊന്നും ഇല്ലടാ. അതൊക്കെ അപ്പാവൻ കൂളാണ്. പുള്ളി അവരുടെ അടുത്ത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി മറ്റേ എല്ലാ അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ആർപ്പി ആയിട്ട് കാണും. ലൈക്ക് പുള്ളി അവരുടെ അടുത്ത് അങ്ങനെ അത്രയും ഇതായിട്ട് നിൽക്കുന്നോണ്ടാണ് പുള്ളി ഒരു കോള് പറയുമ്പോ അവരൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്നത്. തമാശയല്ലേ, അല്ലാതെ സീരിയസ് ആയിട്ട് പുള്ളി ഇവിടെ ആരും ഡിസ്റെസ്പെക്ട് ചെയ്തില്ല. പുള്ളി ഒരു കോള് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡ്രൈവറിന്റെ പ്രശ്നമാണ്. ആ പറയടാ. ഇത് കൊള്ളാം. പക്ഷെ ഞാനൊരു റൊണാൾഡോ ഫാൻ ആണോടാ. ഞാൻ ടാറ്റു അടിക്കത്തില്ല. എന്റെ നോക്ക് ഉണ്ടോ? എന്റെ ദേഹം നോക്ക്. ഇത് ഊരാൻ പറ്റൂല. ഇത് മഞ്ഞപ്പള്ളിയാണല്ലോ. ഊരാൻ പറ്റൂല. ഡ്രസ് ഇല്ലാത്ത ഡ്രസ് ഇട്ട് എടാ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിയത്തില്ല. ഞാൻ ചുമ്മാ ക്യാരക്ടർ വൈസ് പറയണം. പരന്തുവാസ്തുവിനെ പറ്റി പറയണാണ്. ഈഗിൾ ഗെയിമിങ്ങിനെ പറ്റി അല്ലേ. ചുമ്മാ അതിന് ഫാൻ ഫൈറ്റ് ഒന്നും ആവല്ലേ. ചുമ്മാ പറയാണ്. ആ ബാബു എന്താണ് എന്തിന്? ഞാൻ വെറുതെ നോർമലി വന്നതുപോലെ വന്നതേ ഉള്ളൂ. എന്താണ് നീ എന്തൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. 2022 തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. ആ വാർത്ത ഒന്നും ഇപ്പഴേ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇതല്ല, ഇത് വേറെ 2024 ഒരു ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പറഞ്ഞ കേസാണ്. അതേതായിരുന്നു? എവിടെ? നമ്മള് കാറിൽ സംസാരിച്ചത് അല്ലല്ല, കാറിലല്ല സംസാരിച്ചത്. എന്റെ ഓർമ്മയില് നമ്മുടെ മറ്റേ അപ്പുറത്ത് ഐലൻഡ് ഇല്ലേ, അവിടെ വെച്ച് സംസാരിച്ച കേസാണ്. ആണല്ലേ? ഈ രാജ്യത്തും കൂടിയല്ലേ ശ്രീരാഗമോ. എല്ലാവരും ക്യാമ്പസിലോട്ട് പോയേ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ വണ്ടി സർവീസ് ചെയ്ത് ഓടിച്ചാലും ഈ വണ്ടി തീട്ടമാണ്.
അല്ല 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 ഞാൻ ടിക്കറ്റ് എടുക്കും. മുള്ളി വണ്ടി എടുത്തു സൂപ്പർ ഞാൻ ടിക്കറ്റ് എടുക്കും, ഞാൻ ടിക്കറ്റ് കൊടുത്ത് ചന്ദ്ര വാങ്ങിച്ചതാ. 100 രൂപ മേടിച്ച് 120 കോടി ചന്ദ്ര 100 കോടി. വാങ്ങിച്ചത്. ചന്ദ്ര പമ്പിന്ന് എടുക്കുന്ന പൈസ നീ അണ്ണാ ഇത് കഴിഞ്ഞ ഇത്രയുള്ള കാശല്ല, ഇത് പച്ച കാശാ. ഇത് പമ്പിന്നും തൊട്ടൊന്നുമില്ല. പിന്നെ ഗ്യാങ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്ത് നീ ഇത് മേടിച്ചാ ഗൈസ് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ നല്ല ആർപ്പി ചെയ്യാൻ പോകല്ലേ ഗൈസ്. ചാനൽ ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീണ് പോയത് ഗൈസ്. ഫുട്ബോൾ കാര്യം ഒന്ന് വിട് ഗൈസ്. ഇത് ചില്ലായിട്ടിരുന്ന് കാണാം. നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് ഈ ഒരു കാണും കേസിൽ ഗൈസ്. മാത്രം പൈസയുടെ കേസിൽ മാത്രം ബാക്കിയെല്ലാം അതിൽ ലോക്ക് നീ എന്തിനു പറഞ്ഞു എന്റെ അടുത്ത്? അല്ല ഈ ഒരു കേസിൽ പൈസയുടെ കേസിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മാറിയല്ലോ ഇപ്പൊ. ആ എനിക്ക് നിന്റെ വിശ്വാസമാണ്. ഗ്യാങ് ഫണ്ട് എടുത്ത് ആര് ഒമ്പിച്ചാലും അവൻ പുഴുത്തി ആവത്തേ ഉള്ളൂ. അണ്ണ കൊറേ അപരാധികൾ പറയും. അവർക്ക് അരി അത് പറയാൻ നടന്നവന്മാർ പറയും ഇത് എന്റെ പഴയ സിറ്റിലുള്ള കാശാണ്. ഇത് എന്തിനാ ഇതിലുള്ള കാശ് എങ്ങനെ? പഴയ സിറ്റിയിലെ ഇതിന് എഞ്ചിൻ ഇല്ലേ? അണ്ണ എന്തിനില്ല, എന്നെ ഊപിച്ചാ സിറ്റി. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഇതാണോ? അണ്ണന്റെ ത്രാക്സ് ഇല്ലേ, അത് അണ്ണടുത്ത് ഓടിച്ചു നോക്കി ഇപ്പൊ ഒന്ന്. അല്ലല്ല അണ്ണ ചുമ്മാ ഇടുന്നിടത്ത് ചുമ്മാ ഓടിച്ചു നോക്കാൻ വേണ്ടി എടുത്തു. ആ വണ്ടി വിറ്റ് ത്രാക്സാ? ആ അത് ഞാൻ 200 കോടിക്ക് ഒരു മണ്ടൻ അടിച്ചു കൊടുത്ത്. ആ വണ്ടിയുടെ സിറ്റിയിൽ ഇപ്പോഴത്തെ ഉള്ള 450 കോടിയാ. അല്ല ആ വണ്ടി ഷൊട്ട വണ്ടിയായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല. അണ്ണാ ദൈവ വണ്ടിയാണോ സിറ്റിയിലെ ദൈവ വണ്ടി? അത് തീട്ടമായി ഇപ്പൊ. അധികം ഇപ്പൊ തീട്ടമായോ? ആ അത് നന്നായി. എന്നാലും വിറ്റത് നന്നായില്ലേ? പിന്നെ അത് വണ്ടിയുടെ കുഴപ്പമില്ല. വണ്ടി ഓടിച്ച ചന്ദ്രനല്ലേ ഓടിച്ചു നോക്കിയേ. പക്ഷെ ഈ വണ്ടി അപ്പൊ ഈ വണ്ടി ഇത് തീട്ടം വണ്ടി ഇത് എപ്പോ ഓടിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, മള്ളി ഒരുപാട് പ്രശ്നത്തിൽ ചവിട്ടണ്ട കാര്യമില്ല, ഈ വണ്ടി പോട്ടില്ല. ഇത് സർവീസ് സ്പീഡ് ഉണ്ടാവും, പക്ഷെ കൺട്രോൾ ഇല്ല ഇതിന്. ഈ സർവീസ് മോള് സർവീസ് 150 ക്ലോക്ക്ഡാ. വാസവനെ നമ്മള് ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയില് ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും വാസവനെ വണ്ടിക്ക്? വണ്ടി മര്യാദ ഓടൂല. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. അതിന് പക്ഷെ സർവീസ് തരണവന്മാരുണ്ടല്ലോ, വണ്ടി എഴുതി കാണിച്ചേട്ടാ. വണ്ടി സർവീസ് വണ്ടി ഓടിച്ചിട്ട് വണ്ടി ചന്ദ്രു ഇതൊന്നും അല്ലേ ചന്ദ്രു, വണ്ടി വിറ്റിട്ട് എത്തനോട് കൂടിയ പെട്രോൾ വിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കമ്പനി ഇറക്കട്ടെ. കമ്പനി ഈ വണ്ടി വിലക്ക് നല്ല വിലക്ക് കിട്ടിയ വിറ്റിയാ കേട്ടാ. അപ്പൊ ശരിയാക്കി തരണേ. ഇത് എന്ത് എല്ലാരും കാടിളക്കി വരുന്ന വണ്ടി ആക്ച്വലി സിറ്റിയിൽ ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളല്ലേ വാസവ ഈ വണ്ടി? ഇതെനിക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ടാ പാപ്പാ എനിക്കും ചന്ദ്രനും കിട്ടിയില്ലല്ലോ. എന്താ റൈറ്റിലെന്താ ഓർഡർ ഞാൻ പറയട്ടാ. ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് ഗോഡ്സ് ഗിഫ്റ്റാ ബാക്കില് സാഗുരുവാണ് കൊടുത്തത്. സാഗുരുവാണ് കൊടുത്തത്. ചാപ്പുകുരുവിന് ഇതുവരെ പരിചയമില്ല. മള്ളി കുറച്ച് സ്ട്രീറ്റാ പോവാ. നമ്മൾ കണ്ട കാര്യം കാണിച്ചു കൊടുക്കണ്ടേ ചന്ദ്രു? നമ്മുടെ പിള്ളേരല്ലേ ഇത്? എന്താ ഇതെന്താ ഇന്നൊരു ആകാശത്തൊരു മൊത്തത്തിലൊരു അല്ലേ? ഓക്കെ പൊട്ടിത്തെറി. മള്ളി മേലെ പോയി ലൈറ്റ് നോക്കി. ആരും നോക്കിയ ലൈറ്റ് അതെന്താ പാട്ട് അണ്ണതേ ഇവിടെ ഇത് ആമ കടലാമ. അതെന്തോടാ മള്ളി അപ്പം പോലും കണ്ടില്ല. ഇത് ഗ്യാങ് ഹൗസ് ആണ്. ഇത് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അതൊരു പരിന്തിട്ട് പഠിപ്പിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ അമ്മു ഇതിന് വെടിവുള്ളൂ. ഇതിന് ഗ്യാങ് ഹൗസിലോട്ട് അടിച്ച സസ്പെൻഷൻ ആയില്ലേ? ചന്ദ്ര ഓൾറെഡി വെടി വെച്ചു. സസ്പെൻഷൻ ഓൾറെഡി ഇട്ടു. പരിന്തിനെ സെറ്റ് ചെയ്യാവും മള്ളി നമുക്ക്. അത് വേണോടാ. എല്ലാമാരും ഒരു പരിന്തിനെ സെറ്റ് ചെയ്യണോടാ എനിക്ക്. നമ്മുടെ ഇത് എന്ത് ഇത് എന്ത് ജീവിതം? ഇത് മീനല്ല. ഇത് ക്രോസ് ആണ്. അപ്പൊ ഒരു പരിന്തിനെ സെറ്റ് ചെയ്താ പാപ്പാ. നമുക്ക് ജഡായി ആയാലോ? ജഡായി എന്തായാലും മതി. പരുന്തന്നെ മതി. നമ്മുടെ പരുന്ത് പോലൊരു സാധനം ഇത് കണ്ടോ? ഇതിപ്പോ അവരോട് ചോദിച്ചാൽ മീൻ എന്ന് പറയും. അപ്പൊ പരുന്ത് പോലൊരു സാധനം നമ്മുടെ വീടിന്റെ മണ്ടേ കിടന്ന് പറക്കണം. അതെ, കുറച്ച് ചെലവുണ്ട് കേട്ടോ വാസുവിനെ. അപ്പൊ എത്ര വേണേലും മുടക്കാം. ഇത് ഞാനല്ല പണി പൈസ കൊടുക്കണ്ടേ? ഉറപ്പായിട്ട് വെളിയിൽ മുടക്കണോ അകത്ത് മുടക്കണോ?
വെളിയിൽ മുടക്കാം, റെഡിയാണ്. എത്ര എന്ന് പറഞ്ഞാ റെഡിയാണ്. അപ്പൊ ഇന്ന് തരും അഡ്വാൻസ്. ഒരിക്കൽ മുടക്കി എത്ര നാള് പറക്കും അത് പറഞ്ഞേ. പക്ഷെ അവന്റെ ഷെഡ്യൂള് ചോദിക്കണം, അവൻ എപ്പോഴാ ഫ്രീ? ഓ ചോദിച്ചിട്ട് പറ അപ്പ. അവൻ 1 മാസം വരെ ഫുള്ള് ബിസിയാന്നാ കേട്ടോ. അപ്പ പരുന്ത് പറ ഒരു അപ്പ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത വണ്ടി പോലും വന്നിട്ടില്ല. ഇനി നാളെ തൊട്ട് ഇവന്മാര് ചാറ്റിൽ ചോദിക്കും പരുന്തെന്ന് വരും എന്ന് പറഞ്ഞ അപ്ഡേറ്റ് പരുന്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കും. പരുന്തിനെ ഞാൻ തരാം, വെച്ച് തരാൻ പറ്റുമോ? പറക്കണ പരുന്തിനെയോ? ഞാൻ തരാം, വെച്ച് തന്നാ മതി. എന്ത് പറയുന്നത്? ഇത് അങ്ങനത്തെ സാധനമല്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. വെക്കാൻ പറ്റുമോ? പിന്നെന്താ വെക്കാലോ, പിന്നെന്താ. ഓ മള്ളി, അപ്പൊ ചെലവ് കുറച്ച് വരും. ഞാൻ പറയാതെ കമ്മീസ് എനിക്കിരിക്കട്ടെ. അതുവരെ അണ്ണാ, മീൻ പിടിക്കുന്ന സാധനം കിട്ടി. കറക്റ്റായിട്ടുള്ള കണക്ക് പറയും കേട്ടോ. എന്താടാ ചന്ദ്ര പിടിക്കാം. ഇറച്ചി എടുത്താ മതി. അത് അങ്ങനെ ഒരുത്തൻ അപ്പൊ കൊള്ളാലോ ഇത്. ചെയ്യാൻ പോകുന്നത് ഡീൽ എടുത്തിട്ട് അത് നീ എനിക്ക് മറിച്ച് വെക്കും. അപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ തന്നെ ഒരു റൂൾ ഇടണം, ഗ്യാങ് ഹൗസ് കയറി അടിക്കാന്ന്. അപ്പൊ ഇവന്മാര് ഈ പരുന്തിനെയും ഇതിനെയും എല്ലാം എടുത്തങ്ങ് മാറ്റിക്കട്ടായി. ഇതൊക്കെ ലോഡിങ് അല്ലേ, ഇതൊക്കെ ലോസ്പെക്ക് പ്ലേയേഴ്സിന് ഇതിനകത്തൂടെ എന്തോ ഒരു ഉണക്കമീൻ പോലെ ഒരു സാധനം ഇടണ പോലെ കാണുള്ളൂ. ഉറപ്പാണ് അവരെല്ലാം എടുത്ത് മാറ്റും അപ്പോഴേ. അപ്പൊ അങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നാൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതൊന്നും കാണണ്ട. അതെ, ഈ പറയുന്ന പോലെ അപ്പം കൊണ്ടുവരികയും ചെയ്യും, മുലലി പിടുകയും ചെയ്യും. ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല, നാളെ വീഡിയോ വരും ലോസ്പെക്ക് പ്ലേയേഴ്സിനെ പൂച്ചിച്ച് എന്നൊക്കെ പറഞ്ഞ നാളെ വരും കേട്ടോ. നിനക്ക് 59 അഹങ്കാരം അല്ലടാ പുണ്ടച്ചി. മാസം കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതല്ലേ അതെന്തിനു വർത്താനം ബാബു, എനിക്ക് ഫ്രീ ആയിട്ട് തന്നല്ലേ. ഞാനത് ഉദ്ദേശിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. അവര് പറയുന്നത് നല്ല പുച്ചിമുണ്ടല്ലോ നിനക്ക്. നീ ഇതാണോ എന്നെ കാണിക്കൊണ്ടത്? ഏതോ ഗ്യാങ്ങുകാർ കഷ്ടപ്പെട്ട് ഇതാക്കിയതാണോ നീ? ഇതാണ് ഞാൻ പണ്ട് 2026 പറയാൻ പോകുന്ന കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞു. പിടിച്ചോ, മീനെ പിടിച്ചോ. സംസാരിക്കൊണ്ട് വന്നോനെ, നിങ്ങൾ മുന്നൂര് വന്നോനെ. ഇവിടെ സംസാരിക്കാം. അവിടുത്തെ അങ്ങോട്ട് കുറച്ചുകൂടെ വെളിച്ചം വ്യത്യാസമുണ്ട്. ആള് കൂടി നമുക്ക് വണ്ടിയിൽ പോവാം. ആളെ വന്നേ അമ്മമാര്. അടിയൊന്നും എടുക്കല്ലേടാ. എന്റെ അടുത്തുള്ള ചിലപ്പോ ഞാൻ എടുക്കും. കാര്യം ചോദിക്കട്ടെ, മുള്ളിക്ക് ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ല? അപ്പൊ ഇന്നലെ നടന്ന ഓർമ്മയുണ്ട്. ഇന്നലെ ഒരു മിനിറ്റ് വീട്ടിൽ കരോള് വന്നു തോന്നുന്നു. ഒരു സെക്കൻഡ്. ക്രിസ്മസ് ആയോ? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, അത് കുറച്ച് 5 minutes കൂടെ വെയിറ്റ് ചെയ്താൽ ദേവൂട്ടൻ ചെണ്ട ഓട്ടണമല്ലോ ആണോ? ഇതെന്തൊരു ശബ്ദം നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ മള്ളി. അതെ ഞാൻ ഇപ്പൊ പറയാൻ പോണ മള്ളി ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കാം. മള്ളി, ചന്ദ്രൻ മുള്ളിലേക്ക് വേണ്ടി ഒരു ബമ്പ് തുടങ്ങി തന്നു. ബമ്പ് തുടങ്ങി തന്നല്ലേ, നമ്മൾ കടം മേടിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചത്. അത് അങ്ങനെയാണെങ്കിലും അവനായിട്ട് ഒരു ബിസിനസ് മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരുമ്പോ മലയാളി റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരണ്ടേ? ഉറപ്പായിട്ടും ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിന്റെ സൈഡിൽ നിന്ന്. അതെ മലയാളി, നമ്മള് ഒരു പുതിയ ബിസിനസ് ചെയ്യുവാണ്. ഇത് കരയിലുമല്ല ചെയ്യുന്നത്, ആകാശത്തുമല്ല നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തില് മീൻ പിടിക്കാൻ പോണ പരിപാടി. പക്ഷേ വെറൈറ്റി ആണ് മള്ളി. ഇത് നമ്മൾ ഒരിടം പോണ്ട, നമ്മുടെ ഗ്യാമോസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചൂണ്ടിട്ടാലോ മള്ളി? അങ്ങനെ അല്ല എന്നാ, ഇതിന്റെ പേര് ആർക്കും കിട്ടാത്ത ഒരു പിസ്സാണിത്. ആർക്കും കിട്ടാത്ത മീൻ. ജിറാബ്. ജിറാഫാ? അതേനെ. അപ്പൊ നമ്മള് ദ്രാബ് കൃഷി ചെയ്യാൻ പോവാണ്. മനസ്സിലായോ എന്റെ കൃഷി? മള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇപ്പഴാ മനസ്സിലായത്. പറഞ്ഞോ. ജാർക്ക് കൃഷി. അപ്പൊ പോർക്കില്ല. ഞാൻ ഇതിന് ഉത്തരം പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ ടീമിലാണ്. ഗ്യാങ്സിലോട്ട് പോകും. അപ്പൊ ശരിക്കും പറഞ്ഞ കുറച്ചധികം കഥ പറയാൻ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല, മോളിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇന്നലത്തെ കാര്യം
അല്ല ഒന്നുമില്ല പോടി ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചു? ഇന്നലെ മറ്റേ ജുഗ്രുവിന്റെ കല്യാണമായിരുന്നില്ലേ? ഇന്നലെ അത് കഴിഞ്ഞിട്ട് നമ്മള് വാസണ്ണൻ 5000 കൊടുക്കാന്നൊക്കെ കൊണ്ട് സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ഓ അങ്ങനെ ഓക്കെ അല്ല അപ്പൊ മള്ളി അത് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാമസ് കൂടി പറയാം മള്ളി. അപ്പൊ പരിപാടി സിമ്പിളാണ്. ഇന്ന് നമ്മുടെ ശ്രാവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫുഡ് മള്ളിയെ കൊണ്ട് ഞാൻ ഇടിക്കാൻ പോവാണ്. ചന്ദ്രനത്തിലെ താഴെ അതെ അങ്ങനല്ല, ഇത് കുഞ്ഞല്ലേ മള്ളി, ഇത് ചെറുതായിട്ടുണ്ട്, ചെറിയ വായല്ലേ ഇതിന്. അപ്പൊ അതിനും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് മള്ളി ഇതിന് നമ്മൾ ഫുഡ് കൊടുത്ത് വലുതാക്കണം. ചെറിയ സാധനങ്ങളുണ്ട് മള്ളി അപ്പോഴേ അപ്പൊ നമ്മള് ഇതിന് ഫീഡ് കൊടുത്ത് നമ്മൾ ഇതിനെ വലുതാക്കണം. വലുതാക്കി കഴിഞ്ഞാ ബ്ലാക്ക് മാർക്കറ്റില് ഷാർക്കിന്റെ വില എത്ര ഉണ്ടാ പാപ്പാ? ഭയങ്കര വിലയാണ്. എനിക്കത് 10-20 കോടിയോളം വരുന്നത് തോന്നുന്നു ഷാർക്കിന്. ഒരു ഷാർക്കിന്. അപ്പൊ ഒരു ഷാർക്ക് വളർന്നാൽ 5 വർഷം എടുക്കുമായിരിക്കും. സർവർ കിട്ടും. അപ്പൊ അവരെ ചെറു വിളിച്ചു അല്ല കൊടുക്കുന്ന തീറ്റ അനുസരിച്ചാ. നല്ല തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരും. ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇറച്ചിട്ട് കൊടുക്കണല്ലേ ഷാർക്കിന്? പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചു മള്ളി ആദ്യമായിട്ട് പിന്നെ ഇവന്റ് മാനേജ്മെന്റിലെ പയ്യനെ കൂടെ ഒന്ന് വിളിക്കണേ പാപ്പാ. അപ്പൊ നമ്മൾ ലവിയല്ലേ? ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ട് ലീവന്മാര് കൊമ്പനെ എടുത്തോണ്ട് പോകും. ഗൈസ് ഞാൻ പെട്ടെന്ന് ഇന്നലെ TJ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലേ ചുമ്മാ കൊമ്പന്റെ പേരിട്ട. ചുമ്മാ വായ വന്ന് അന്നേരം പറഞ്ഞേ ഉള്ളൂ. TJ കളിയാക്കാൻ അവരെ ട്രിഗർ ചെയ്യാനോ അല്ല ഞാൻ കൊമ്പന്റെ പേരിട്ടേക്കുന്ന കേട്ടാ. പറഞ്ഞേക്കാം. അണ്ണ ഇവൻ ഷാർക്കിന്റെ തീറ്റ എന്താ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓടി കഴിഞ്ഞ വെള്ളത്തിന് അനക്കം തട്ടിയിട്ട് ഷാർക്ക് അങ്ങനെയല്ല. നമ്മളിത് സമാധാനം ഈ ഭൂമിക്കടിയിൽ ഇതിന്റെ അടിയിൽ ഫുള്ള് ഷാർക്കിനെ വളർത്താൻ പോവാണ്. നമ്മൾ ഓടി സൗണ്ട് കൊടുക്കരുത്. ഞാൻ നടക്കുന്ന വേണ്ടിയില്ലേ? ഇളക്കല്ലാണ്ട് നടക്കണല്ലേ? അധികം ഇളക്കില്ലാതെ നടക്കണം മള്ളി. എന്നെ പോലെ നിനക്ക് കുറച്ച് ഗാങ്സ്റ്റർ വാക്കിട്ടൊക്കെ ഉണ്ടാന്നെങ്കിൽ ഇളക്കല്ലാണ്ട് അധികം ഇളക്കല്ലാണ്ട് നടക്കാൻ പറ്റും. എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ മനസ്സിൽ ഇതിലെ പയ്യനെ ഒന്ന് വിളിച്ചേക്കണേ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗാൾ എല്ലാവർക്കും സുഖമല്ലേ മള്ളി? അങ്ങനെ സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മള്ളി, അവിടെ ഇപ്പം ഭയങ്കര പാടാണ്. അതല്ലേ ഞാൻ തിരിച്ചു വന്നത്. എന്റെ ഫാമിലിയുള്ളവർക്കൊക്കെ ഡെങ്കു ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് വന്നത്. മാസ്ക് വെച്ചേക്ക മള്ളി. കുഴപ്പമൊന്നുമില്ല. എനിക്ക് വന്നിട്ട് മള്ളി മാസ്ക് വെച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ. കുഴപ്പമൊന്നുമില്ല. എന്റെ വല്യമ്മ മരിച്ചുള്ളൂ കഴിഞ്ഞ ആഴ്ച. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് പണ്ടൊന്ന് കൊറോണ വന്നതേ. അയ്യോ അതൊക്കെ ഒരു സമയമല്ലേ മള്ളി? സത്യോടാ, നമുക്ക് ഈ പനിയൊക്കെ പെട്ടെന്ന് വരും. നമ്മള് ചിലപ്പോ പെട്ടെന്ന് ജിമ്മിലൊക്കെ റെഗുലർ ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും ജിമ്മിലൊക്കെ റെഗുലർ പോണവർക്ക്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് പനിയൊന്നും പിടിക്കൂല. പനിയൊന്നും വരത്തില്ല, പക്ഷെ സൗണ്ട് പോവും, തൊണ്ട പോവല്ലേ. അതെ അതെ. പനിയൊന്നും വന്നില്ല അവിടെ ആർക്കും. ഒരു 3 ദിവസം സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഏരിയ കൂടെ ജസ്റ്റ് മിസ്സാനായിട്ട് വന്നിട്ട് പോയത്. നമ്മള് സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഗ്യാങ് ഹൗസ് പണിയുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് ഗ്യാങ് ഹൗസിൽ വെക്കും. അതിനുശേഷം ജീവിതത്തിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കില്ല. ഈ ട്രെയിനിങ് പോയിന്റ് ഒക്കെ നമ്മളെക്കാട്ടിൽ വലിയൊരു തോക്ക് ഇവിടെ ആരെ ഊമ്പാനാണ് ഇവിടെ വെച്ചേക്കണത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. സത്യം 5 പേര് വേണം അത് എടുക്കാൻ. സത്യം അത് എടുക്കാൻ 5 പേര് വേണം. ട്രിഗർ വലിക്കാൻ ഒരു 10 പേര് വേണം. എപ്പോഴെങ്കിലും നമ്മളാ യോട്ടിനകത്തോ വല്ലതും പോയിട്ടുണ്ടോ? യോട്ടിൽ പോയിട്ടില്ല. ഒരിക്കൽ പോലെ വെടിവെച്ചില്ല അങ്ങോട്ടൊന്നും ഇതുവരെ. ചന്ദ്ര നീ വെറുതെ ആളെ കൊല്ലല്ലേ ചന്ദ്ര. അപ്പുറത്തെ രാജ്യത്തോട്ടൊക്കെ പോണേ കപ്പല് അതിനെ വെച്ചുള്ളു നമ്മള്. അതെ സൗണ്ടൊക്കെ പറഞ്ഞേ. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എന്തോ പന്തിയേട് തോന്നുന്നുണ്ട്. എന്റെ അച്ഛൻ നോക്ക താഴെ സൗണ്ട് കേൾക്കണമെന്ന്. അണ്ണനാണ് ശബ്ദം ഉണ്ടാക്കുന്നത് കൂടുതലും. കേട്ടാ എന്താടാ എന്റെ തന്തേ ബാബുവിന്റെ എന്റെ തന്ത അടിയിലിരുന്ന് മറ്റേ ഇത് വെച്ച് നോക്കും സൗണ്ട് കേൾക്കണ ഇല്ലേന്ന്. അറിയാലോടാ എന്തോ ഹോൾസെയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയാണ് മനസ്സിലായിട്ടോ. ആരെ ഊമ്പിയ വേണ്ടിട്ട് ബോംബ് വെച്ചിട്ടുണ്ട് അടിയില്. 2 ചാട്ടം കൂടുതൽ അടിയെ പൊട്ടിത്തെറിച്ച് തീരും.
ആ ഇവിടെ നിന്ന് ചൂണ്ടയിടാൻ പറ്റുമല്ലേ? മണ്ണെണ്ണ ഇവിടെ നിന്ന് എന്നാ ഇവിടെ ചാടാൻ പറ്റും. മണ്ണെണ്ണയാ? മണ്ണെണ്ണയല്ല എണ്ണെണ്ണ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒരു കാര്യം പറയാം. ചാപ്റ്റർ 2 റിലീസ് ചെയ്യണ്ടേ? ആ ചാപ്റ്റർ 2 റിലീസ് ചെയ്യണം. എയ്ക്കൊക്കെ പോയിന്റിക്കൊക്കെ എന്താ വില എന്നറിയോ? എന്നത്തേക്ക് റെഡിയാവും? പോയിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായ? എന്ത് പോയിന്റ്? എയുടെ മറ്റേ സാധനം മേടിക്കണം, മനസ്സിലായ? ആ നീ കഴിഞ്ഞ മെസ്സേജ് അണ്ണാ ആ പറടാ. എന്റെ പുതിയ ഫോട്ടോ എങ്ങനെയുണ്ട്? ബാബു ഒരു സെക്കൻഡ് വരുന്നേ. ആ. എല്ലാ പേജും നോക്കിക്കോട്ടെ. അവിടെ എന്താ, അവിടെ ആട്ടം കുറച്ച് കൂടുതലാ, മനസ്സിലായോ? കൊള്ളടാ, nice. പക്ഷെ നീ ഇപ്പഴും 90s-ലാണ് കേട്ടാ, പണ്ടത്തെ പോലെ ജട്ടിക്ക് താഴെ പാന്റൊക്കെ ഇട്ട്. പാന്റ് കിട്ടുന്നില്ല. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു പോണത്, കാലം കൂടെയൊക്കെ പിടിച്ച് കളർ പാന്റ്, ലോ വേസ്റ്റ്. ആ കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലോ വേസ്റ്റ് കളർ പാന്റ് ഒക്കെ ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളർ പാന്റ് ഒരു സമയത്ത് കാലം കൂടെ ട്രെൻഡ് ആയിരുന്നു, അറിയോ? മറ്റേ വലിയ കൊടയില്ലേ, കൊട പിടിച്ചു പോവാ. ഞാൻ അങ്ങനൊക്കെ നടന്നിട്ടുണ്ട്. പിങ്ക് കളർ പാന്റ്, ചുമന്ന ഉടുപ്പും, കൺമഷി. അയ്യോ ആലോചിക്കാൻ പോലും വയ്യ. അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഇത് പുതിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ അല്ല, മലയാളി ഒരുപാട് നാൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് നടക്കാൻ പോകുന്നത്. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു, 100 തവണ ചിന്തിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോ ഈ കാര്യം മലയാളിയുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ ഒരു സംരംഭത്തിന്റെ ആരംഭം തുടങ്ങുന്നതായിരിക്കും. മുള്ളി ഞാനിപ്പോ ഒരു സാധനം തരും, ഇത് നേരെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട്. ഓക്കെ, അടുത്തോട്ട് വരാവോ? ബാക്കി എല്ലാരും നീങ്ങിക്കാവോ? മുള്ളി അടുത്തോട്ട് വരാവോ? നമ്മളെല്ലാരും തൊഴണോ? എല്ലാരും ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കിട്ടിയായിരുന്നോ മുള്ളി? 20 gram മീറ്റ് ബോക്സ്. ആ, അതൊന്ന് യൂസ് ചെയ്യാവോ? യൂസ് അല്ല, സ്ലോട്ട് വെക്കണേ. നമ്മുടെ ഒരു സെക്കൻഡ് ഇൻ കേസ് മീനുകൾ വന്നാലേ നമുക്കൊരു പ്രൊക്കഷൻ എന്ന രീതിയിലേ പിടിക്കണ സാധനം അത് മീൻ വന്നു കഴിഞ്ഞാൽ കറക്കി എടുക്കാൻ. അന്ന് വേണമെങ്കിൽ എന്റെ കൈ പിടിച്ചിരുന്നോ? കഴിഞ്ഞു. ഇനി അധികം വെച്ച് താമസിപ്പിക്കരുത്. മറ്റേ എയിം ചെയ്തോ, നേരെ നോക്കി എയിം ചെയ്തിട്ട് മേലോട്ട് നോക്കിട്ട് ഒറ്റ എറിഞ്ഞു. ആ, ഫയർ ബട്ടൺ. ഏതാ മള്ളി? ഏതാ എന്താ സംഭവിച്ചേ? അല്ല സംഭവിച്ചില്ല. മള്ളി ഇപ്പൊ നടന്നത് സത്യം പറയലോ, മള്ളി ഇതുപോലൊരു ഹാപ്പി ആയ മൊമെന്റ് ഇതുവരെയും ഈ ഇടയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മള്ളിയുടെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്. മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറെ നാൾ കേസാണ് മലയാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉള്ളാരും പറയല്ലോ മള്ളി. നമുക്ക് ഇന്നലെ മള്ളിക്ക് ഓർമ്മയില്ല എന്നതായിരുന്നു ഒന്നും. എനിക്ക് സന്തോഷമായിട്ട് തോന്നിയില്ല. ഇന്നലെ നടന്ന എന്റെ വീഡിയോ വന്നിട്ട് കൊടുത്തേ മള്ളിക്കൊന്ന്. മള്ളി എറിഞ്ഞെടുത്തോട്ട് തന്നെ നോക്കോ. സ്ക്രീൻ അണ്ണ അവിടെ. ഓ സ്ക്രീൻ ഇത് വെള്ളത്തിൽ സ്ക്രീൻ. ഓക്കെ, ഹലോ ഓർമ്മയില്ല? എന്താ ബാബു ഇത്ര സ്നേഹം? മലയാളി ഈയിടെ ഭയങ്കര ക്ഷീണിച്ചു മലയാളി. ഇതിനെ കുറിച്ച് നോക്കിയേ, ക്ഷീണവും മാറും, പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും. മൈക്ക് കിടത്തി.
ലോട്ടറി ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ മുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കറക്റ്റാ ചെയ്തേക്കണേ. അത് നമുക്ക് സെറ്റ് ആക്കാന്നേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പൊ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. സ്റ്റിച്ച് പൊട്ടും. അണ്ണന്റെ അണ്ടി പാനിക്കാവരുത്. ചിൽ ചിൽ മള്ളി ചിൽ. ഓടിയാ ചാവും. ഓടിയ സ്റ്റിച്ച് പൊട്ടിച്ചാവും. ഓടരുതെന്ന് പറഞ്ഞത്. കണ്ടുപിടിച്ചോണ്ട് പോടാ. ചീഫാണ് മള്ളി. എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി. മൊത്തം ഉണ്ടായിരുന്ന 2.5 1.5 പോയിട്ടുള്ളൂ. ഒന്നിപ്പോഴും മള്ളിയുടെ കൈ തന്നെ ഉണ്ട്. നടക്കില്ല. അധികം മീന് കൊത്തി അണ്ടിയാണോ? ഇല്ല ചന്ദ്രു, അത് നല്ല ദൂരോട്ട് എറിഞ്ഞെടുക്കാം. മള്ളി പതുക്കെ ഒന്ന് ഗ്യാങ് ഹൗസിലോട്ട് വരാമോ നടന്ന്? ചന്ദ്രു മുള്ളി കുറച്ച് റെസ്റ്റിന് വേണ്ടി ഒന്ന് കിടത്തിയേക്കണം. ഒന്ന് വന്നേ. എടുത്തോ മള്ളി എടുത്തോടാ. അപ്പൊ കൂടെ ഒന്ന് എടുത്തോ. അല്ല ഇനി തട്ടാതെ കൊണ്ടുപോവാ. എന്തേലും പ്രശ്നം ഉണ്ടല്ലേ ഞാൻ എന്റെ സ്ഥാനം വെട്ടി കടലെറിയെന്ന് പറഞ്ഞത്? അല്ല മള്ളി പലതവണ പറഞ്ഞു. മിനിഞ്ഞാന്ന് മള്ളി പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു ഈ കേസ്. എടാ അത് ഞാൻ അതിലും ഭേദം തന്നെ പറയണത്. കഴിഞ്ഞ ദിവസം ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു. അതിലും ഭേദം സാധനം വെട്ടി കടലിലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ നോക്കിയപ്പോഴേ മള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരമാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ മുള്ളിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അതാ പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ പെണ്ണ് കിട്ടുന്നില്ല ബാബു. ടെൻഷൻ ആവണ്ട. ഡോക്ടർ വരും, കാണാൻ ഡോക്ടർ വരും. മുള്ളിയെ കുറച്ചു നേരം ഒന്ന് കിടത്തിയിരിക്കുന്ന റൂമിൽ. അത്രേ ഉള്ളൂ. മാറുന്നില്ല അണ്ണന്റെ അണ്ടി പോലും. എന്നെ മുരളി ആണ് പറഞ്ഞ പോലെ ചെയ്യൂടാ. ആണാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല. കുറച്ചു നേരം ഞാൻ സഹകരിച്ചു കൊടുക്കുവേ വീട്ടിലെത്തട്ടെ. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എല്ലാം ചെയ്തിട്ടില്ല. അപ്പുകൂട്ട അടിച്ചു കറക്കും കേട്ടാ ഞാൻ ഈ അടുത്ത്. അണ്ണനെ പറ്റി ഇത് എടേ ഞാൻ കാര്യം പറയുന്നത് നമ്മ എല്ലായിടത്തും ഇത് നമ്മളെ വിട്ട് വേറെ ഇത് അറിയരുത്. ഈ നമ്മുടെ വീട്ടിന്റെ വെളിയിൽ ഈ ന്യൂസ് പോരുതേ. അത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതൊരാണ് വാക്ക് വലിച്ചതായിട്ട് കൂട്ടിയാ മതി. അപ്പൊ ഞാൻ ലീഡർ ആവല്ലേ? അന്നല്ലേ പറഞ്ഞേ വെട്ടിയറിയണ. കുറച്ചേരം നിനക്ക് മുരളിക്ക് ഓടാൻ പറ്റില്ലെന്നാലും മുരളി ഓടിയ എനിക്കറിയില്ല. നല്ലത് ഇതിലും നല്ലത്. നീ ഒരു സാധനം പോയാണെന്ന് എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ ചാടിയപ്പോ. ഏത് റൂമ്? അത് വാസ്തവം എടുത്ത് കൊടുക്കല്ലേ? സാധനമോ അണ്ണാ അധികം സംസാരിക്കില്ല അണ്ണാ. മേലോട്ടാണോ? ബ്രിജുവിന്റെ അണ്ടി ന്യൂസ് പോലെ പുറത്തോട്ട് ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഇച്ചിരി ഞാൻ ഒരു ചെറിയ രീതിയിലാണ് വെട്ടിയെടുക്കാൻ പറയാം. ഡോക്ടർ ഇച്ചിരി കൂടുതൽ വെട്ടിയെന്നേ ഉള്ളൂ. എന്നാലും മുള്ളിയിൽ ഇപ്പോഴും സാധനം ബാക്കിക്കൊണ്ടാ. മുള്ളി റെസ്റ്റ് എടുത്താൽ മാറും. മള്ളി ഒന്ന് കെടുത്തേ. തട്ടിലോട്ട് മുള്ളി ഒന്നും ടെൻഷൻ ആവില്ല. 28 വർഷമായിട്ട് അതിന് അത്ര വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പ്രായത്തിലൊക്കെ എങ്ങനെ തിരിച്ചു കളിക്കുമെന്നാണ്. സ്ലീപ്പ് മറ്റേ നേരെ കിടക്കുന്നതാണേ. അപ്പൊ വാസവനെ മാറിയടാ. വാസവൻ അത് റൈറ്റ് സൈഡിലുള്ള കൺട്രോൾ ബട്ടൺ ഇല്ല, അതൊന്ന് ഞെക്കി. കൺട്രോൾ ബട്ടണോ? അത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡില്
റൈറ്റ് സൈഡിൽ എനിക്ക് കൺട്രോൾ ബട്ടൺ ഇല്ല പാപ്പ. ഇത് 60%. ഞാൻ കിടക്കുന്നുണ്ട്. ആരൊക്കെ അതല്ല അങ്ങനെയല്ല മറ്റേ തിരിഞ്ഞു കിടക്കണം. അങ്ങനെ ഈ മന്ദാരം കിടക്കുന്ന പോലെ ഒന്ന് കിടക്കാം. പറഞ്ഞെടുത്ത് മള്ളിക്ക് എങ്ങനെയാണ് ഇതെന്താ മള്ളി ഇപ്പൊ വിസിറ്റേഴ്സ് ഒക്കെ വരുവോ? ആരും സാധനം കാണണ്ട. കാണാനായിട്ട് എലിയൊക്കെ പോരും. അതിലെങ്കിലും മറ്റേ സൺബാത്ത് ഇട്ടാ മതി. അങ്ങനെ എടുക്കല്ലേ? സൺബാത്ത് ഏതെങ്കിലും ഇട്ടാണ് വേറെ മള്ളി വേദനിക്കും. ബം സ്ലീപ്പ് അടിച്ചേ. ബം സ്ലീപ്പ്. എന്താ BUMB സ്ലീപ്പ്. അതല്ല 5 ഇവൻ ചെയ്തില്ലേ? സൺബാത്ത് 5 മള്ളി. അതാണ് കറക്റ്റ്. തിരിഞ്ഞു നോക്കിട്ടെ, ഇങ്ങോട്ട് നോക്കിട്ടെ. ഇങ്ങോട്ട് നോക്കി നമ്മളെ നോക്കി നിൽക്കും. നമ്മളെ ഫേസ് നിൽക്കും. എന്നിട്ട് നമ്മളെ അധിക നേരം നിരത്തല്ലേ, ബ്ലീഡിങ് ഉണ്ടാവും. എന്താ ഫാനാണ് എന്തിനത്? അതിന്റെ അകത്ത് ഫാൻ, AC, കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നേരെ തിരിച്ച് മള്ളി ഓപ്പോസിറ്റ് നോക്കി നടക്കണം. അത് സെയിം സാധനം തന്നെ, ഓപ്പോസിറ്റ് നോക്കിട്ട് അങ്ങോട്ട് നോക്കി. വായിലായിരുന്ന സാധനം. അതാണ് നേരെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. അല്ലല്ല ആ തുണി നേരെ ഇട്ട് കൊടുത്ത ആരാണെങ്കിലും തുണി കുറച്ച് കീഴിലിറക്കടാ. ദൈവങ്ങളുടെ കളികളെ. ഇനിയിപ്പോ എന്റെ ബാബു വാസോണ്ണ ഈ ഒരു അവസ്ഥ ഇനിയിപ്പോ എങ്ങനെടാ? നല്ല വേദന ഉണ്ടടാ. നല്ല ഹൈ ഡോസിൽ ഇതടിച്ചിട്ടുണ്ട് മള്ളി പെയിൻ കില്ലര്. അപ്പൊ എന്റെ കല്യാണം നടത്തല്ലേ ബാബു? വാസോണ്ണ ഇനിയിപ്പോ എങ്ങനെടാ ഈ ഒരു അവസ്ഥയില്? അണ്ണാ മള്ളി മള്ളി അല്ല, ഞാൻ ശരിക്കും ചോദിക്കട്ടെ, മള്ളി ശരിക്കും പറഞ്ഞ ഹാപ്പിയാണോ വിഷമാണോ? ഇത് ഞാൻ വിചാരിച്ചു മള്ളിയുടെ ഒരു വാക്ക് പാലിക്കുമ്പോ മള്ളി ഹാപ്പി. ബാബു നീ എന്ത് ദ്രോഹമാണ് എന്നോട് ചെയ്തത്? ഞാൻ കുറച്ചു ദിവസം ലേറ്റ് നൈറ്റ് ഒക്കെ ആക്റ്റീവ് ആയി ഒരു പെണ്ണിനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലല്ലായിരുന്നോ ഞാൻ? അല്ല മള്ളി, ഞാൻ പറഞ്ഞില്ലേ മൊത്തം 4 2.5 ഡോക്ടർ പറഞ്ഞു. എനിക്ക് എത്രയും കറക്റ്റ് ആണ് ഓർമ്മയില്ല. എന്തായാലും 1 ഇഞ്ച് ഡോക്ടർ എടുത്തിട്ടുള്ളൂ. ബാക്കി മള്ളിയിൽ ഉണ്ട് ഇപ്പോഴും. നോക്കിട്ട് ഒന്നും ഫീൽ പോലും ചെയ്യണില്ല. മരവിച്ചിരിക്കുന്നതാണ്. അപ്പൊ മുരളിക്ക് ആ 20 ഗ്രാം മീറ്റ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ എറിഞ്ഞത്? ഇല്ല 20 ഗ്രാമോ? 20 ഗ്രാം അറിയാതാടാ ബാബു ഞാൻ പറഞ്ഞ നേരത്തെ കാറിലിരുന്ന്. എടാ ഇന്നൊരു വാറ വന്നാ ഞാൻ എന്ത് ചെയ്യടാ? അണ്ണ ഒന്നും ചെയ്യണ്ട, നമ്മളില്ലല്ലോ ഇവിടെ. അണ്ണ റെസ്റ്റ് എടുത്തോ? അതെ അപ്പാപ്പൊക്കെ നിക്കല്ലേ? അപ്പാപ്പനൊക്കെ നിക്കാരും മള്ളി എല്ലാവരും. ഹൈഡ്രോജൻ ബലൂണിലെ സാധനം പൊക്കുന്ന അപ്പാപ്പ വരെ ഈ മൊമെന്റിൽ എന്റെ അടുത്ത് ഡയലോഗ് അടിക്കണേ. മള്ളി ഇത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മള്ളി. നമ്മളിപ്പം മള്ളി ഇത് ആലോചിച്ച് നോക്കിയേ, നമ്മള് പല പരീക്ഷ ഒരു പെൻസിലിട്ട് എഴുതി, അതിന്റെ മൂർച്ച കൂടിയ കുറഞ്ഞു പോയി നമ്മൾ ഉറപ്പായിട്ടും ചെത്തി മൂർച്ച കൂട്ടില്ലേ മള്ളി? അതുപോലെ വിചാരിച്ചാ മതി. കുറെ നാൾ ഉപയോഗിക്കാതിരുന്ന് ഇത് നമ്മൾ ഒന്നും കൂടെ മൂർച്ച കൂട്ടി. നിന്റെ മൂർച്ച കൂട്ടി നിർത്താ ചേർന്നാ മൂർച്ച കൂട്ടറാ. ഇത് കിളിച്ചു വരും തോന്നുന്നുണ്ടോ നിനക്കിത്? അതെ എടാ ബാബു, ബർഗർ അണ്ണനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ബർഗറും അത് ഞാൻ കാറ്ററിംഗിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി. തമാശയായിട്ട് എടുക്കണേ. ഇത് നിങ്ങൾ വേറെ റിലീജിയനും ഇതുമായിട്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടാ. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ. ണെങ്കിൽ ചിലപ്പോ ഊതിത്തരാം. ബാബു കാണാനുള്ളവരോടൊക്കെ കാണാൻ വരാൻ പറ ബാബു. പറഞ്ഞു വേറെ ആരും അറിയണ്ടേ? എലി മാത്രമാണ് എന്റെ അടുത്ത് മെയിൻ ആയിട്ട് വിളിച്ചു എലി വരുന്നുണ്ടോ? ബാബു ഇങ്ങോട്ട് വിളിക്കല്ലേ ബാബു അവളെ. അല്ല അത് കൊഴപ്പല്ല. ഈ ഒരു അവസ്ഥയിൽ അടനെ കാണണമെങ്കിൽ ഇനിയിപ്പൊ എനിക്ക് ഇനിയിപ്പൊ പറ്റത്തുള്ളൂ. നിന്നോട് ഞാനൊരു ഹിന്റ് പറയാൻ പറഞ്ഞപ്പോ അത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് മനസ്സിൽ കാണണ്ടായിരുന്നു കേട്ടാ.
കാണാൻ വരുന്നോട് എന്ത് പറയും? ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഡോക്ടറിന് കൊടുക്കാവുള്ളൂ ഒന്നിന്റെ കൂടെ ഇതിന്റെ മുലലിയല്ലേ എനിക്ക് തന്നത്. അതാണല്ലേ നീ പൈസ വേണോന്ന് പറഞ്ഞത്. ആ മുള്ളി ഇത് ഞാൻ ഇത് അപ്പൊ ഇത് കേൾക്കണം. ഡോക്ടറിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് മുലളി. രാത്രി ആംബുലൻസിൽ കയറി വന്നത് മുലളി ബോധമില്ലാതെ. രാവിലെ വന്നിട്ട് സാമാനം എടുത്ത് കടലിറങ്ങുന്നത് മുലളി. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ശരിയല്ലേ വാസുവിന്? സത്യം. അപ്പൊ നിങ്ങളും ആ വാസുവിന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വാസുവിന് ഒന്നും ഓർമ്മയില്ല അപ്പൊ എത്ര വട്ടം ചോദിച്ചേ? ഓർമ്മയില്ലേ വാസുവിന് ഇന്നത് മറന്നുപോയോ? രാവിലെ ഉണ്ടായിരുന്നല്ലോ. വിസിറ്റേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുവാന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഓ ഇല്ല ഇത് കാര്യം എന്താന്ന് പറയുന്നില്ല. കാര്യം പറയുന്നില്ല എന്തായാലും. അത് നമ്മള് അല്ലേ തൊടയിൽ ഉറുമ്പൊടിച്ചെന്ന് വല്ലതും പറയാൻ വേണ്ടി ഉറുമ്പ കുറച്ചു നേരം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുള്ളിക്ക് പഴയ പോലെ ആക്റ്റീവ് ആവും. കണ്ണടിച്ച് വെടിവെക്കാം. അല്ല ഈ അത് മറ്റേ ആക്ടിവിറ്റി അതെ എല്ലാം നിങ്ങളൊക്കെ എന്താണ് ചാറ്റിൽ ഇങ്ങനെ ചില്ലാവുക നിങ്ങൾ? എന്റെ പൊന്നു ചില്ലാവുക നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കുക കഴിച്ചത്. കാവടി തുള്ളി വന്നതാണ്. സ്റ്റോറിയൊക്കെ ഇട്ട് ഞാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കഷ്ടപ്പെട്ടു. മുള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ. മുള്ളി പറഞ്ഞില്ലേ 2022 പറഞ്ഞത്? അതിതല്ല, ഇത് 2024 എന്നോട് ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് മുള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ സീനിലെ ഡയലോഗ് മുള്ളി നേരത്തെ കേട്ടത് മനസ്സിലായി. എടാ മുള്ളിക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കടാ. എല്ലാരും ഇങ്ങനെ വട്ടത്തിരുന്ന് പറഞ്ഞ മുള്ളിക്ക് അസുഖം മാറുമോ? എന്തായാലും വരേണ്ടത് വന്നു. എന്തോ ജസ്റ്റ് മിനിറ്റ് കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയി. കൃഷ്ണമണി കൃഷ്ണമണി കൊണ്ടിട്ട് പോയി. കണ്ണായിരുന്നല്ലേ കഞ്ഞി എടുക്കട്ടെ. കഞ്ഞിയാണല്ലോ നമ്മളെന്തോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതിൽ ഫണ്ണായിട്ട് തോന്നുന്നില്ല. എന്റെ പൊന്നോ കാര്യം പറയട്ടെ. എനിക്കിപ്പോ മനസ്സിലായി. ഇതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം പറ എണീറ്റോ, ഇത് എന്റെ അപ്പാപ്പന്റെ വക ഒരു പ്രാങ്ക് ആയിരുന്നു. ഒരു മിനിറ്റ് ഞാനൊന്ന് ബാത്റൂമിൽ കയറിക്കോട്ടെ. അവിടെ ബാത്റൂമാണോ? എന്തേലും ഒന്ന് അയച്ചു തന്നെ ബാബു. എന്തേലും മൊബൈൽ അയച്ചേക്കാം. അണ്ണ കാണാവോ കണ്ണാടി ഉണ്ടോ അണ്ണകത്ത്? ഒരു സെക്കൻഡ് ഞാനിപ്പോ വരാവേ. ഒരു നിമിഷം ഒന്ന് ഷോക്ക് ആയില്ലേ മുള്ളി? ഒരു മിനിറ്റ്. ഓ വർക്കിംഗ് അയ്യോ എന്റെ അപ്പോ അകത്തെന്തോ വലിയ പരിപാടിയിലാണ്. ഞാൻ മൂത്രം റോഡ് പണിയിലാണ്. അന്നാ ഒരു കാര്യം പറയാനാ. ഈന്തപ്പഴത്തിന്റെ കുരു കഴിച്ചാലേ അണ്ടിമുളയ്ക്ക് ഒരാള് പറഞ്ഞു.